നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറെ നാളുകളായി സിപിഎമ്മിന്റെ ടാർഗറ്റാണ് സിനിമാ നടനും ബിജെപി നേതാവുമായ സുരേഷ് ഗോപി. സുരേഷ് ഗോപിയെ പല രീതിയിൽ ആക്ഷേപിക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി നടക്കുന്നുണ്ട്. സുരേഷ് ഗോപിക്ക് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്ന ജനപിന്തുണ അത് കണ്ട് വിറളി പിടിച്ച കൂട്ടങ്ങളാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് പുറത്തു വന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. ഒരു മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ വകുപ്പുകൾ ചേർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് സുരേഷ് ഗോപി മത്സരിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനഃപൂർവ്വം അവരെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന വകുപ്പും ഒക്കെ ചേർത്തുകൊണ്ട് കോടതിയിലേക്ക് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ഏതായാലും കുറ്റപത്രത്തിന് നിലനിൽപ്പുണ്ടോ, പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാവുമെന്നതൊക്കെ പിന്നീടുള്ള കാര്യം. ഏതായാലും അത്തരത്തിലൊരു ശ്രമം കഴിഞ്ഞ കുറെ നാളുകളായി നടത്തി. പക്ഷേ അതൊന്നുകൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങൾ സുരേഷ് ഗോപിയെ തള്ളിക്കളഞ്ഞില്ല. അതിനുശേഷം സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ബ്രാഹ്മണ വിവാദം ഉണ്ടായി. സുരേഷ് ഗോപി പറഞ്ഞു അത്രേ താൻ ബ്രാഹ്മണനാകണം എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന്, അടുത്ത ജന്മത്തിലെങ്കിലും. അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയും ഉള്ളൂ: ശബരിമല അയ്യപ്പനെ നേരിട്ട് കാണാനും അടുത്തുപോയി ഒന്ന് കെട്ടിപ്പിടിച്ച് തൊഴാനും ഒക്കെ സാധിക്കണമെങ്കിൽ ശബരിമലയിലെ പൂജയുടെ പാരമ്പര്യം പേർന്ന ഒരു ആളായി മാറണം എന്നത് മാത്രമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞു വെച്ചത് മറ്റു പലതുമാണ്. അദ്ദേഹം സവർണ വർഗീയവാദിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. അദ്ദേഹം പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട രണ്ട് വിവാദങ്ങളാണ് തെരഞ്ഞെടുപ്പ് രംഗവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിലൊന്ന് പ്രധാനമായും ആരോ വന്ന് അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിച്ച ആളോട്, അതും കോയമ്പത്തൂരിൽ നിന്നൊരു സ്ത്രീ വരുന്നു, ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചോ മറ്റോ കാണുമ്പോൾ ചോദിക്കുന്നു, ഒരു തന്റെ മകന് സഹായം ആവശ്യമുണ്ട്, ഇതുവരെ ഒരു ചികിത്സയും ചെയ്തിട്ടില്ല, തന്റെ മകന് സഹായം ആവശ്യമുണ്ടെന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നു എം വി ഗോവിന്ദനോട് ചോദിക്കൂ എന്ന് പറയുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുത്തുന്ന ഒരു വാദം. ഏതായാലും ഇനി എം വി ഗോവിന്ദനോട് അദ്ദേഹം ചോദിക്കാൻ പറഞ്ഞാൽ പോലും അതിൽ തെറ്റ് എന്താണ് കാണുന്നത്? സുരേഷ് ഗോപി ഇപ്പോൾ ഒരു ജനപ്രതിനിധിയല്ല. നേരത്തെ സുരേഷ് ഗോപി രാജ്യസഭയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ ആളല്ല. രാജ്യസഭയിൽ നിന്ന് കേന്ദ്ര മന്ത്രിസഭയുടെ കാരുണ്യത്താൽ, കേന്ദ്രത്തിന്റെ പ്രത്യേക താല്പര്യത്താൽ രാജ്യസഭയിലേക്ക് എത്തപ്പെട്ട എം പി കൂടിയാണ്. കേരളത്തിൽ അല്ലാതെ ജനപ്രതിനിധികളായി ജയിച്ചു വന്ന, രാഷ്ട്രീയ പാരമ്പര്യം പേറുന്ന ഇത്രയധികം എം പിമാരുള്ളപ്പോൾ എന്തിനാണ് സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് എല്ലാവരും ഓടിച്ചെല്ലുന്നതെന്ന കാര്യം സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സുരേഷ് ഗോപിയിലെ മനുഷ്യസ്നേഹിയെ കണ്ടാണ് പലരും അങ്ങോട്ട് എത്തുന്നതും. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ പോലും അദ്ദേഹത്തിന്റെ സ്വന്തം വരുമാനത്തിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം ജോലി ചെയ്തുണ്ടാക്കുന്ന വരുമാനം, കേരളത്തിലെ MLA-മാരും MP മാരും കേരളത്തിലെ സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റുള്ള MP മാരുമെല്ലാം 1.5 ലക്ഷം കിട്ടിയിട്ട് പോലും 1.90, 2 ലക്ഷത്തിലധികം രൂപ കിട്ടുമ്പോൾ പോലും തനിക്ക് അത് ഒന്നിനും തികയുന്നില്ലെന്ന് വിലപിക്കുന്ന ഇവിടുത്തെ ഒരു വനിതാ MP പെങ്ങളൂട്ടിയുടെ കഥ നമ്മൾ കേട്ടതാണ്. അതും വളരെ പരിതാപകരമായ സാഹചര്യത്തിൽ നിന്ന് വന്നിട്ട് കൂടി പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ ഇവർക്കാർക്കും കഴിയുന്നില്ല. എന്നാൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജോലി ചെയ്തുണ്ടാക്കുന്ന കാശ് അദ്ദേഹം സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകുന്നു. അദ്ദേഹത്തിന് കുട്ടികളില്ലാത്തതല്ല, 4 മക്കളുള്ള അദ്ദേഹത്തിന്റെ മക്കൾക്കായി സാധാരണഗതിയിൽ നമുക്കറിയാം, പിണറായി വിജയനൊക്കെ മകൾക്ക് വേണ്ടി എന്ത് റിസ്ക് ആണ് എടുത്തത്. മാസപ്പടി വിവാദവും ഒക്കെയായി ബന്ധപ്പെട്ട് സാബു പറയുന്നു സാബുവിന് ഇനി കുറെ കഥകൾ അറിയാമെന്ന്. ഏതായാലും ഇവരൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു അഴിമതിയുടെ അറ്റം മാത്രമാണ് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നതെന്നാണ്. അങ്ങനെയുള്ളിടത്താണ് സുരേഷ് ഗോപി സ്വന്തം കാശ്, സ്വന്തമായി അന്വേഷിക്കുന്ന കാശ് എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ, ഇത്തരത്തിലുള്ള സാമൂഹ്യക്ഷേമ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹത്തിനെ ഈ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് രാഷ്ട്രീയ ലാക്കോടുകൂടിയാണെന്ന് പറയേണ്ടതില്ല. അതിലൊരു ആരോട് പറഞ്ഞാലും ഇതിലൊരു നിലനിൽപ്പില്ല എന്ന് നമുക്കറിയാം. എങ്കിലും CPM ഉണ്ടാക്കുന്ന ഒരു നറേറ്റീവാണ്, സമൂഹ മാധ്യമങ്ങളിലൂടെ അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നത് സുരേഷ് ഗോപി തൃശൂർ പള്ളിയിൽ നൽകിയ സ്വർണ്ണ കിരീടവുമായി ബന്ധപ്പെട്ടാണ്. സുരേഷ് ഗോപി അവിടെ ഒരു സ്വർണ്ണ കിരീടം നൽകിയത് മുതൽ ആകെ അസ്വസ്ഥരാണ് തൃശൂരിലെ ജനങ്ങളേവരും, പ്രത്യേകിച്ച് കോൺഗ്രസുകാരും CPM-കാരും ഒക്കെ. അത് വെച്ചപ്പോൾ, ആ കിരീടം മാതാവിന്റെ തലയിൽ വെച്ചപ്പോൾ താഴെ വീണതായിരുന്നു ആദ്യമുണ്ടായ വിവാദം. ഏതായാലും അതിനുശേഷം ഇപ്പോൾ പുതിയൊരു വിവാദവുമായി വന്നിരിക്കുന്നു. സുരേഷ് ഗോപി വെച്ച സ്വർണ്ണ കിരീടത്തിൽ ചെമ്പു തെളിയുന്നത്രേ. ഇത് സംശയമായി ആരോ ഉന്നയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജനയുഗം പത്രം ഒരു വാർത്ത ചെയ്യുന്നു. അതായത് യാതൊരു ഫാക്റ്റുമില്ലാത്ത ഒരു വാർത്ത. അത് ജനയുഗം പത്രത്തിൽ വരുന്നു. ജനയുഗം പത്രത്തിൽ വരുന്നതിന് രാഷ്ട്രീയമുണ്ട്. കാരണം ജനയുഗം പത്രം CPI-യുടെ മുഖപത്രമാണ്. CPI-യുടെ സ്ഥാനാർത്ഥിയാണ് തൃശൂരിൽ മത്സരിക്കുന്ന സുനിൽകുമാർ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പല കാര്യങ്ങളും പടച്ചുവിടണം. കൺസ്ട്രക്റ്റീവ് അല്ലാത്ത ക്രിറ്റിസിസങ്ങൾ ഉണ്ടാക്കുന്നത് തീർച്ചയായും പ്രതാപനെയും സുനിലിനെയും ഒക്കെ പേടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണെന്ന് വ്യക്തമാവുകയാണ്. ഇത് കേട്ടപാടെ കോൺഗ്രസിന്റെ ഒരു അംഗം അവിടേക്ക് വരുന്നു. പള്ളിയിൽ ചെന്ന് പറയുന്നു സുരേഷ് ഗോപി നൽകിയ ആ കിരീടത്തിന്റെ തൂക്കത്തെക്കുറിച്ച് അറിയണമെന്ന്.
എന്നാലും സുരേഷ് ഗോപി എന്നല്ല, ഏതു ദേവാലയങ്ങളിലാണെങ്കിലും, അത് ഹൈന്ദവരുടെ ആണെങ്കിലും ക്രൈസ്തവരുടേതാണെങ്കിലും മുസ്ലിങ്ങളുടേതാണെങ്കിലും, ഏത് ദേവാലയങ്ങളിൽ നാം എന്തെങ്കിലും ഒരു സാധനം നൽകിയാൽ അത് അളന്നു തൂക്കി സൂക്ഷിക്കുന്നത്, അവിടുത്തെ രജിസ്റ്ററിൽ എഴുതി സൂക്ഷിക്കുന്നത് മോഷണം പോകാതിരിക്കാനും കൃത്യമായ കണക്കിനും വേണ്ടി മാത്രമാണ്, അല്ലാതെ നാട്ടുകാരെ ബോധിപ്പിക്കാനല്ല. അതുമാത്രമല്ല, സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ നാട്ടുകാർ ചോദ്യം ചെയ്യാറുമില്ല. ചരിത്രത്തിൽ ഇന്ന് വരെ ആരെങ്കിലും നൽകിയ ഏതെങ്കിലും ഒരു വഴിപാടിന്റെ ഏതെങ്കിലും ഒരു സ്വർണത്തിന്റെ തൂക്കം അളന്നു നോക്കിയതായും നാട്ടുകാർ അത് ബോധ്യപ്പെട്ടതായും നമ്മൾ കേട്ടിട്ടുണ്ടോ? പക്ഷെ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഇപ്പോൾ അവിടെ ചെമ്പ് തെളിയുന്നുണ്ട് എന്ന് നാട് മുഴുവൻ പറഞ്ഞു വരുത്തിയ ശേഷം ഇപ്പോൾ പുതിയ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പള്ളി, പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ ദേവാലയം, യഥാർത്ഥത്തിൽ ചെയ്യരുതാത്ത കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയും വരെയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിന്ന് ആ ദേവാലയം ഒഴിഞ്ഞു നിൽക്കണം. അവിടുത്തെ പള്ളി കൃത്യമായ തീരുമാനമെടുക്കണം. അതിനുശേഷം സമയമുണ്ടല്ലോ, നമുക്ക് അത് അളന്ന് തിട്ടപ്പെടുത്താം, അതിലെന്താണ് സംഭവിച്ചതെന്ന് നോക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തണം. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയായ സുരേഷ് ഗോപി ഇപ്പോഴല്ല ക്രിസ്തുമത വിശ്വാസത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്. നേരത്തെയും അദ്ദേഹം പല ഇന്റർവ്യൂകളിലും, അതായത് രാഷ്ട്രീയത്തിൽ BJPയിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പല ഇന്റർവ്യൂകളിലും അദ്ദേഹത്തിന്റെ ക്രിസ്തീയ മതവിശ്വാസത്തെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എല്ലാ ദൈവങ്ങളെയും ആരാധിക്കുന്ന, എല്ലാ വിശ്വാസത്തെയും ഒരുപോലെ കാണുന്ന ഒരാളാണെന്ന് കൃത്യമായി തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരാളാണ് സുരേഷ് ഗോപി. അപ്പോ സുരേഷ് ഗോപി അന്ന് പറഞ്ഞപ്പോൾ ഇല്ലാതിരുന്ന വെപ്രാളവും പ്രശ്നങ്ങളും ഒക്കെ ഇപ്പോൾ ഉണ്ടാക്കുന്നതിന്റെ കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. സുരേഷ് ഗോപി ഈ സ്വർണ്ണ കിരീടം നിർമ്മിച്ചതിന്റെ ശില്പി തന്നെ, ആ ശില്പി വന്ന് പറഞ്ഞിട്ടുണ്ട്, തന്നെ കുറെ സ്വർണം ഏൽപ്പിച്ച ശേഷം അത് ഉണ്ടാക്കിക്കോളൂ, എന്നോട് അത് എത്ര സ്വർണമുണ്ട് എന്ന് പറയണ്ട എന്നാണ് പറഞ്ഞതെന്ന്. താൻ അത് ഉണ്ടാക്കിയ ശേഷം ബാക്കി വരുന്ന സ്വർണം അദ്ദേഹത്തിന് നൽകി എന്നാണ് ആ അനു എന്ന് പറയുന്ന ഇത് സ്വർണ്ണ കിരീടം ഉണ്ടാക്കിയ ശില്പി പറയുന്നത്. അവർ ക്ഷേത്രങ്ങളിലടക്കം, അതായത് ഗുരുവായൂരിലും അതുപോലെ തന്നെ പാറമേക്കാവിലുമൊക്കെ അവരുടെ കൊടിമരത്തിലടക്കം സ്വർണം പൂശുന്ന അത്തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന അവിടുത്തെ ശില്പികളാണ്. നമുക്കറിയാം, സുരേഷ് ഗോപിക്ക് സ്വന്തമായി ഇരുന്ന് ഇത്തരത്തിൽ ചെമ്പ് കൊണ്ട് നിർമ്മിക്കാനോ അതിൽ സ്വർണം പൂശാനോ അല്ലെങ്കിൽ സ്വർണം കൊണ്ട് നിർമ്മിക്കാനോ ഒന്നും തന്നെ അറിയാത്ത ഒരാളാണ്. സുരേഷ് ഗോപിയുടെ ട്രേഡ് അതല്ല, അതുണ്ടാക്കിയത് അവരാണതിന് ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിന് മറുപടി പറയേണ്ടത്. ഏതായാലും ഇത്തരം ഉയർന്നു വരുന്ന വിവാദങ്ങളൊന്നും തന്നെ ശരിയാകാനുള്ള സാധ്യതകൾ കുറവാണ്, സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും. സുരേഷ് ഗോപിയെ പേടിച്ച് ഇത്തരം വിവാദം ഇറക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും സുരേഷ് ഗോപി തൃശൂരിൽ മികച്ച സ്ഥാനാർത്ഥിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സുരേഷ് ഗോപി മികച്ച സ്ഥാനാർത്ഥിയായതുകൊണ്ട് തന്നെയാണ് പ്രതാപനും സുനിലും ഒക്കെ സുരേഷ് ഗോപിയെ പേടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിരന്തരമായി ഇത്തരം വിവാദങ്ങളിൽ സുരേഷ് ഗോപിയെ അകപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഏതാണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് ഒരു ദിവസമാകുമ്പോഴേക്കും 1.5 ആഴ്ചയായി സുരേഷ് ഗോപിയെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ അവിടെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുരേഷ് ഗോപി ടാർഗറ്റാണ്. സുരേഷ് ഗോപി തൃശൂരിലെ മികച്ച സ്ഥാനാർത്ഥിയാണ്. പ്രതാപനും സുനിലുമൊക്കെ പേടിച്ചിരിക്കുന്നു. അതിന്റെ അനുരണനങ്ങളാണ് ഈ കാണുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.